people then go say I know one buy, I know one die, I know one women. Hey guys, welcome back to our channel. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡെഡ്പൂളിന്റെ 3ാം ഭാഗം ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഡെഡ്പൂൾ ആൻഡ് ദ വോൾവറിൻ മൂവി. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാർവലിന്റെ ഓൾമോസ്റ്റ് ഒരു 5 ഇയറിന് ശേഷം അത്യാവശ്യം കുറച്ച് മാർവലിനെ ഒന്ന് പൊക്കിക്കൊണ്ട് വന്ന വൺ ഓഫ് ദ ഒരു മൂവിയാണ് ഡെഡ്പൂൾ ആൻഡ് ദ വോൾവറിൻ. ഡെഡ്പൂൾ സീരീസിനകത്ത് നോക്കുകയാണെങ്കിൽ ഡെഡ്പൂളിന്റെ 1 ആണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. എൻ്റെ എന്നല്ല, ഓൾമോസ്റ്റ് മാർവൽ ഫാൻസിന്റെ എല്ലാവരുടെയും ഡെഡ്പൂൾ 1 ആണ് ഭയങ്കര ഫേവറേറ്റ്. ഡെഡ്പൂൾ 2 ഒരു ഓക്കെ ആണ്. ഡെഡ്പൂൾ 3, ഡെഡ്പൂൾ 2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനകത്ത് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ ആ ഒരു ടൈപ്പ് ഓഫ് ആണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലോട്ട്സ് ഓഫ് ക്യാമിയോ റോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹ്യൂ ജാക്ക്മാൻ ചെയ്യുന്ന വോൾവറിന്റെ ആ ഒരു ക്യാരക്ടറും ഡെഡ്പൂൾ കൂടെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ട സ്ക്രീൻ സ്പേസ് കാര്യങ്ങളും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്റ്റോറിയുടെ കാര്യത്തിൽ കാരണം കുറച്ച് വീക്കായി. ഭയങ്കരമായിട്ട് വീക്കായെന്നല്ല, ബട്ട് കുറച്ചും കൂടെ ബാലൻസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇറങ്ങിയ മാർവലിന്റെ ബെസ്റ്റ് മൂവി ആയിരുന്നു. അതും ടിവിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്, മൾട്ടിവേഴ്സ് തന്നെയാണ് കാണിക്കുന്നത്. കം ടു ദ ഫൈറ്റ് സീൻ, ഡെഡ്പൂളിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, കിഡിലോസ്കി ആയിട്ടുള്ള ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും, ഭയങ്കര ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്സും കാര്യങ്ങളും ഡെഡ്പൂളിനകത്ത് ഉള്ളതാണ്. ഡെഡ്പൂൾ 1-നകത്ത് ഒരു ബ്രിഡ്ജ് ഫൈറ്റ് ഉണ്ട്, ഫസ്റ്റ് ഫൈറ്റ് ആണ്, അതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൈറ്റ്. അതുപോലെ ഇതിനകത്ത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിനകത്തും അതേപോലെ ഒരു ഫസ്റ്റ് ഫൈറ്റ് കാണിക്കുന്നുണ്ട്, അതും ഭയങ്കര രസമാണ്. അതും കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് കിഡിലോസ്കി ആയിട്ടൊരു ഫൈറ്റ് ആണ്. അത് മാത്രമല്ല, ഇതിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതും അതും സൂപ്പർ സാധനമാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണല്ലോ എല്ലാം നൈസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലോട്ട്സ് ഓഫ് ക്യാമിയോ റോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം നൈസ് ഒരു പടമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. മസ്റ്റ് ആയിട്ട് 3D തന്നെ കാണാൻ നോക്കുക, എന്നാലേ ആ ടൈറ്റിൽ കാർഡിന്റെ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ കുറച്ച് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നൈസ് ആണ്, പക്ക നൈസ് ആണ്. ബട്ട് കുറച്ചുകൂടെ മാർവൽ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിരുന്നു ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഇഷ്ടപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കുറെ ക്യാരക്ടേഴ്സും കുറെ അധികം ക്യാരക്ടേഴ്സിനെ ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ നൈസ് ആയിട്ട് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടമാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് നിങ്ങൾ പോകണ്ട. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെഡ്പൂൾ 2 നിങ്ങൾക്ക് എത്രത്തോളം വർക്കായോ ആ ഒരു മൈൻഡോട് കൂടി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണാൻ പോവുക. അപ്പൊ അത്രേ ഉള്ളൂ. Just to make your money day. But my people then go say I know one buy, I know one die, I know one women.